അകത്ത് പ്രകാശമുള്ളവനാണ് ഭാരതീയൻ. സ്തോത്രം. ഇനി ത്രിവർണ്ണ പതാക, മുകളിൽ കുങ്കുമം, അടിയിൽ പച്ച, നടുക്ക് വെള്ള. എന്താ കുങ്കുമം? ധീരതയെയും ത്യാഗസന്നദ്ധതയെയും സൂചിപ്പിക്കുന്നു. അടിക്കാനും ഇടിക്കാനും തല്ലാനും കുത്താനും കഴിവുള്ളവനാണ് മുകളിൽ കാണുന്ന ഈ കുങ്കുമം. ഈ താഴെ കാണുന്ന പച്ച അതല്ല, അത് സസ്യസമ്പൂർണമായ ഭാരതഭൂമിയുടെ ഐശ്വര്യത്തെ സൂചിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഇച്ചിരി കാശും പുത്തനും ഒക്കെ ഉള്ള ആൾക്കാരാ പച്ച. പിടി കിട്ടിയോ? പക്ഷെ നടുക്കത്തെ വെള്ളയുണ്ടല്ലോ, അത് നമ്മളാ. മനസ്സിലായവർക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു. വെള്ള നടുക്ക് വന്നതിനാൽ ദൈവത്തെ വാഴ്ത്തുകയാണ്. ദേശീയ പതാകയുടെ നടുക്ക് വെള്ള കൊണ്ടുവന്ന എന്റെ ദൈവത്തിന് സ്തോത്രം. വെള്ള കൊണ്ടുവന്ന എന്റെ ദൈവത്തിന് സ്തോത്രം. തീർന്നില്ല. ഈ ചക്രം ഉണ്ടല്ലോ, ഈ അധികാരത്തിന്റെ ചിഹ്നം അശോകചക്രം, അത് വെള്ളയല്ല. അത് പച്ചയ്ക്കും കൊടുത്തില്ല, കുങ്കുമത്തിന് ദൈവം കൊടുത്തില്ല, അത് വെള്ളയ്ക്കാ വന്ന ഗ്ലോറി. ഇനി കേൾക്കണോ? അശോകചക്രം എന്നതിന്റെ പേര്. ശോകം ദുഃഖം, അശോകം ദുഃഖം മാറുമെന്ന്. അപ്പോൾ ദുഃഖം മാറണമെങ്കിൽ വെള്ളേ വരണം. നീ പച്ചയാണേലും വരണം, കുങ്കുമമാണേലും ദുഃഖം മാറണേ വെള്ളേ വരണം. ഹല്ലേലൂയ. മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അത് മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇന്ന് രാത്രി നീ വെള്ളയിൽ വരണം. അതിന്റെ അർത്ഥം യേശുവിൽ വരണം. യേശുവിൽ വരാതെ നിനക്ക് പ്രകാശം കിട്ടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ.